എല്ലാവർക്കും നമസ്കാരം. സിമ്പിൾ സ്റ്റെപ്പ് ഫോർ വൈസസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഫോൾഡർ ഐക്കൺ ചേഞ്ചിങ് ആണ്. അത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡർ ഉണ്ടാവുമല്ലോ, ഫോൾഡറിന്റെ ഐക്കൺ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ ആ ഐക്കൺ എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മളെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഐക്കൺ എങ്ങനെ ഉണ്ടാക്കാം എന്നിവ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ആദ്യം കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിൽ പോവുക. അതിനുശേഷം അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗൂഗിളിലേക്ക് പോകുക, ഗൂഗിൾ സെർച്ച് എഞ്ചിനിലേക്ക് പോകുക. അതിനുശേഷം അവിടെ എക്സ് ഐക്കൺ എഡിറ്റർ എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ ഇമ്പോർട്ട് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം അപ്ലോഡ് ബട്ടൺ ഉണ്ട്, അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് പിക്ചറാണ് വേണ്ടത് മാറ്റിയിട്ട് ഐക്കണിലേക്ക് ആക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കും. ഓക്കെ, ശേഷം എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്. എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് യുവർ ഐക്കൺ എന്ന് കൊടുക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് വന്നിട്ടുണ്ടാവും. ശേഷം നമ്മൾ എൻ്റെ ഫോൾഡർ എടുക്കുക. എന്നിട്ട് ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് കസ്റ്റമൈസ് കൊടുക്കുക, ചേഞ്ച് ഐക്കൺ കൊടുക്കുക. എന്നിട്ട് ബ്രൗസ് ചെയ്യുക. നമ്മൾ എവിടെയാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഐക്കൺ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ കൊടുക്കും, അപ്ലൈ കൊടുക്കും, ഓക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ ഫോൾഡർ ഡീഫോൾട്ട് മാറിയിട്ട് നമ്മളെ പിക്ചർ വന്നിട്ടുണ്ട്. ഇവിടെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വേറെയും വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് പോയെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.